അപ്പോൾ ഒരു HTML പേജ് സൈനപ്പിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് കുറച്ചുകൂടെ എൻ്റർ അടിച്ചു. ഇവിടെ ഞാനൊരു വാല്യൂ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം. ജെറിൻ, ഫസ്റ്റ് എന്ന് പറയുന്നത് ജെറിൻ, ജോണ, പാസ്വേഡ് എന്ന് പറയുന്നത് SDF1234, കൺഫേം പാസ്വേഡ് SDF1234. ഓക്കെ, സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ വന്നിരിക്കുന്ന റിക്വസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗെറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ പേജ് ചോദിക്കുകയും പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വാല്യൂ നമ്മുടെ അടുത്ത് തരാനുള്ള ഉദ്ദേശമാണ് എന്നുള്ള രീതിയിൽ ഇനിഷ്യലി നമുക്ക് ഇപ്പോൾ ഇതിനെ മനസ്സിലാക്കാം. ഓക്കെ, ഇനിഷ്യലി നമുക്കിപ്പോൾ ഇതിനെ ഇങ്ങനെ മനസ്സിലാക്കാം. സോ ഇവിടെ ഈ ഒരു വ്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഒതന്റിക്കേഷൻ വ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ജസ്റ്റ് പ്രിന്റ് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ്, ഈ റിക്വസ്റ്റിനകത്ത് മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഒരു വേരിയബിൾ കാണും. ആ വേരിയബിൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താവും, ഈ ഒരു മെത്തേഡ് പ്രിന്റ് ചെയ്യായിരിക്കും. ഓക്കെ, ഇപ്പം ഞാനിവിടെ വെറുതെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് എന്ന് പ്രിന്റ് ആയിട്ടുണ്ട്, അത് ഗെറ്റ് റിക്വസ്റ്റ് ആണ്. ഓക്കെ, സോ റിക്വസ്റ്റിനകത്തൊരു മെത്തേഡ് ഉണ്ട്. എന്ത് ചെയ്യാം, എപ്പോഴും ആ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ നമുക്കിവിടെ ഈ ടെംപ്ലേറ്റ് കിട്ടും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഫോർ ഫൺ നമ്മൾ ഈ ടെംപ്ലേറ്റിൽ ഞാൻ പ്രിന്റ് ചെയ്ത് വെക്കാണ് ഈ റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. ഓക്കെ, ഇതാണ് ഇൻഫോ കെയർ ജെറിന് പാസ്വേഡ് SDF1234 SDF1234 സംതിങ് 1234 മാത്രം സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു പോസ്റ്റ് റിക്വസ്റ്റ് ആയിട്ടാണ് വന്നത്. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് പോസ്റ്റ് ആയിട്ടാണ് വന്നത്. ഇത് പോസ്റ്റ് ആണ് വന്നത്. സോ എന്താണ്, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂസ് നമുക്ക് ഈ റിക്വസ്റ്റ് വേരിയബിൾ ഉപയോഗിച്ച് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ പൈത്തൺ യൂസ് ചെയ്യുന്നവർ എത്ര പേര് PDB എന്ന് പറയുന്ന പൈത്തൺ ഡീബഗർ എന്ന് പറയുന്ന ഒരു ടൂൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ വിൽ ഷോ യു സംതിങ്. പൈത്തൺ ഹാവ് ആൻ ഇൻബിൽറ്റ് ഡീബഗർ ഫോർ ഇറ്റ്. import pdb. ഓക്കെ, pdb.set_trace എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, പൈത്തൺ റൺ ചെയ്ത് ഇവിടം വരെ ആയി കഴിയുമ്പോൾ, ഈ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ പൈത്തൺ ടെർമിനലിൽ വന്ന് സ്റ്റോപ്പ് ചെയ്യും. ബാക്കി നമ്മൾ പറയുന്ന കേട്ടിട്ടേ പൈത്തൺ മുമ്പോട്ട് പോകുള്ളൂ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഐ വിൽ ഷോ യു. എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇവിടുന്നൊരു എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തു പൈത്തൺ. ഇവിടെ വന്നു അടുത്തത് പൈത്തണിനകത്ത് ഒതന്റിക്കേഷനകത്ത് views.py ലൈൻ നമ്പർ 10 സൈനപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്താണ് ഇത്. ലൈൻ നമ്പർ 10 ആണ് അടുത്തത് റൺ ചെയ്യാൻ പോകുന്ന ലൈൻ. അതായത് റിട്ടേൺ റെൻഡർ റിക്വസ്റ്റഡ് സൈനപ്പ് ആണ് അടുത്ത് ഇനി റൺ ചെയ്യാൻ പോകുന്ന ലൈൻ. ഇവിടെ വന്ന് നിന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ പ്രിന്റ് ചെയ്ത് നോക്കി. അതെന്ന് പറഞ്ഞാൽ ഒരു WSGI റിക്വസ്റ്റ് ആണ്. WSGI എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾ ഓൾറെഡി ഒരിടത്ത് കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് ഞാൻ വേണമെന്ന് കാണിച്ചു തരാം. ഇവിടെ. ഓക്കെ, ഫൈൻ. അത് ഇത് തമ്മിൽ തൽക്കാലം ബന്ധമുണ്ടെന്ന് കരുതണ്ട. WSGIയുടെ ഫുൾ ഫൈം വെബ് സെർവർ ഗേറ്റ്വേ ഇന്റർഫേസ് എന്നാണ്. അതായത് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് സെർവറായിട്ട് ആക്ട് ചെയ്യാൻ, ഒരു പൈത്തൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് ഒരു വെബ് സെർവറായിട്ട് ആക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കേജാണ് WSGI എന്ന് പറയുന്ന പാക്കേജ് ബിൽട്ടിനായിട്ട് പൈത്തണിലാണ്. ഓക്കെ, ഈ WSGI എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഒരു ആപ്ലിക്കേഷന് ഒരു വെബുമായിട്ട് ഒരു വെബ് സെർവർ പോലെ ആക്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇന്റർഫേസ് ആണ്, ഒരു സ്റ്റാൻഡേർഡ് ആണ് WSGI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റിക്വസ്റ്റ് ഉണ്ട്, ഈ റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഉണ്ട്. ഓക്കെ, അത് ഗെറ്റ് കിട്ടു. ഇനിയും ഇതിനകത്ത് റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു ഡിക്ഷണറി ആയിരിക്കും. അതുപോലെ തന്നെ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ പോസ്റ്റായിട്ട് എന്തെങ്കിലും ഇത് മെത്തേഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ, ഐ മീൻ എന്തെങ്കിലും ഡേറ്റ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഡിക്ഷണറി കാണും. ഗെറ്റായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഡിക്ഷണറി കാണും. ഓക്കെ, ഇനിയും മൊത്തം ഈ റിക്വസ്റ്റിൽ എന്തൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, dir ഓഫ് റിക്വസ്റ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ റിക്വസ്റ്റ് നമുക്ക് വിളിക്കാൻ പറ്റുന്ന സകല ലിസ്റ്റും ഇതിനകത്ത് കിട്ടും. ഇത് ജാങ്കോയുടെ പ്രത്യേകതയല്ല, പൈത്തന്റെ പ്രത്യേകതയാണ്. ഈ dir എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പൈത്തണിനകത്തുള്ളതാണ്. ഓക്കെ,
അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് ഡോട്ട് കുക്കീസ് വിളിക്കാം, റിക്വസ്റ്റ് ഡോട്ട് ഫയൽസ്, റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ്, റിക്വസ്റ്റ് ഡോട്ട് മെറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് ഹോസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് ഹോസ്റ്റ് വിളിച്ച് നോക്കാം. ഗെറ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോബബ്ലി ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. ലോക്കൽ ഹോസ്റ്റ് ഡോട്ട് 8000. റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഒക്കെ ഉണ്ടല്ലേ, REQUEST. റിക്വസ്റ്റ് ഡോട്ട് യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, യൂസർ ഡോട്ട് ഐ ഡി വിളിച്ചു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഡോട്ട് ഐ ഡി. അപ്പം റിക്വസ്റ്റ് ഡോട്ട് യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കറൻ്റ്ലി ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസറാണ് ഇവിടെ വരുന്നത്. നമ്മൾ ശരിക്കും എന്താണ് ഇപ്പുറത്തെ പേജിൽ നമ്മൾ അഡ്മിൻ പാനൽ ലോഗിൻ ചെയ്തായിരുന്നു. അപ്പം നമ്മൾ എന്താണ് കറൻ്റ്ലി ലോഗ്ഡ് ഇൻ യൂസറാണ്. ആ ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസറാണ് എന്തായിട്ട് വരുന്നത് ഇവിടെ വരുന്നത്, ഈ റിക്വസ്റ്റ് ഡോട്ട് യൂസറിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം റിക്വസ്റ്റ് ഡോട്ട് യൂസറിനകത്ത് നമ്മൾ ഇപ്പോൾ ലോഗിൻ അല്ലേലും വരും. ഈസ് AUTHENTICATED ഈസ് ഒതൻറ്റിക്കേറ്റഡ് എന്ന് സെർച്ച് ചെയ്യാം. റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഡോട്ട് ഈസ് ഒതൻറ്റിക്കേറ്റഡ് എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ നമ്മൾ ഒതൻറ്റിക്കേറ്റഡ് യൂസറാണ്. അത് ഫോൾസ് ആണെങ്കിൽ നമ്മൾ ഒതൻറ്റിക്കേറ്റ് ചെയ്തിട്ടില്ല, ലോഗിൻ ചെയ്യാത്ത യൂസറാണ്. ഓൾറെഡി ജാങ്കോയുടെ അഡ്മിൻ പാനലിൽ ലോഗിൻ ഉണ്ടായിരുന്നുണ്ട്. നമ്മൾ ലോഗിൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉള്ള നമ്മൾ ഈ ബ്രൗസറിൽ നിന്നുള്ള സെഷൻ ലോഗ്ഡ് ഇൻ ആയിട്ടുള്ള സെഷനാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ വേറെ കുറേ സാധനങ്ങളുണ്ട്. റിസോൾവ് മാച്ച് എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് URL ആണ് വിളിച്ചതെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. റിക്വസ്റ്റ് ഡോട്ട് റിസോൾവ് മാച്ച് വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ഫംഗ്ഷനാണ് കോൾ ആവേണ്ടത്. അതായത് ഈ ഫംഗ്ഷനാണ് ഇപ്പോൾ കോൾ ആയത്. ARGSും KWRGS ഒന്നും ഇല്ല. എന്താണ് റൂട്ട് എന്ന് പറഞ്ഞാൽ സൈനപ്പ് എന്ന് പറഞ്ഞ റൂട്ടിലാണ് ഇപ്പം വന്ന് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ കുറേ ഇൻഫർമേഷൻസ് നമുക്കിപ്പോൾ കിട്ടും. എനിവേ ഞാൻ ഈ ഒരു പോയിന്റിൽ ഇപ്പോൾ സ്റ്റോപ്പ് ആയിട്ട് ഇതുണ്ടാവും. ബ്രൗസറിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത്. അതായത് ഇപ്പോൾ ഇവിടുന്ന് മലയും കടലും ക്രോസ് ചെയ്ത് സെർവറിൽ പോയതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ സെർവറും ബ്രൗസറും ഒരേ കമ്പ്യൂട്ടറിലായതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. പക്ഷെ അതെല്ലാം എന്നുണ്ടെങ്കിൽ ശരിക്കും ഡിപ്ലോയ് ചെയ്ത് കഴിയുമ്പോൾ മലയും കടലും കടന്ന് സെർവറിൽ പോയി. ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു കഴിയുമ്പോഴാണ് തിരിച്ചു വരുന്നത്. കേട്ടോ, ഇപ്പോഴാണ് ഇവിടെ ഗെറ്റ് വന്നത്. അപ്പം PDB എന്ന് പറഞ്ഞാൽ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പൈത്തൺ സ്ക്രിപ്റ്റിനെ എവിടെ വെച്ച് കാണുന്നാൽ ഒന്ന് പിടിച്ചു നിർത്താൻ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊന്ന് നോക്കാൻ വേണ്ടിയുള്ള സാധനമാണ് PDB. ഓക്കെ, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എടുത്ത് കളയാൻ പ്രത്യേകം നോക്കണം. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്താണ് ഇഷ്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ ഇഷ്യൂ വരുന്നതിൻ്റെ മുമ്പത്തെ ലൈനിൽ ഇതുകൊണ്ട് ഇട്ടതിന് ശേഷം അവിടെ എന്തൊക്കെയാണ് ഓരോ വാല്യൂ എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടും പൈത്തൺ PDB ഡോട്ട് സെറ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പിടികിട്ടി? ഇവിടെ റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് എന്താണെന്ന് പിടികിട്ടി, അവിടെ റിക്വസ്റ്റ് വേരിയബിൾ എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ പിടികിട്ടി. ഫൈൻ. ഇനി എന്ത് ചെയ്തു? ഇഫ് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഗെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അതുപോലെ നിന്നാൽ മതി. പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഞാൻ ഈ PDB ഇട്ട് വെക്കാണ്. അതായത് പോസ്റ്റ് ആണെങ്കിൽ മാത്രം PDB ഇടുകയാണ്, ഗെറ്റ് ആണെങ്കിൽ PDB ഇടുന്നില്ല. ഓക്കെ, ഞാൻ ഇവിടുന്ന് റീഫ്രഷ് ചെയ്തു. റീഫ്രഷ് ചെയ്യുമ്പോൾ എല്ലാം ഗെറ്റ് വന്നു. യൂസർ നെയിം ജെറിന്, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് ജെറിൻ ജോണ്, പാസ്വേഡ് എന്ന് പറയുന്നത് 1234, കൺഫേം പാസ്വേഡ് എന്ന് പറയുന്നത് 1234. ഓക്കെ, 4 സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായി? ഇവിടെ വന്ന് പിടിച്ചു നിന്നു. ഓക്കെ, ഇവിടെ കാരണം റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡിൽ ഇപ്പോൾ വന്ന് നിന്നു. ഇനിയും റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റിനകത്ത് എന്തൊക്കെ വാല്യൂസ് ഉണ്ടെന്ന് നോക്കാം. ഇപ്പം എന്താണ് പോസ്റ്റ് നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള സകല വാല്യൂസ് ഇവിടെ വന്നു. ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ജെറിൻ, യൂസർ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെറിന്, ലാസ്റ്റ് നെയിം ജോണ്, പാസ്വേഡ് 1 എന്ന് പറയുന്നത് 1234, പാസ്വേഡ് 2 എന്ന് പറയുന്നത് ASD4. ഞാൻ ടൈപ്പ് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്, ഓർക്കാതെ ടൈപ്പ് ചെയ്തതാണ്. ഇമെയിൽ എന്ന് പറയുന്നത് journaliststudy@gmail.com. ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്തു? ഓൾറെഡി റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിനെ എങ്ങനെ എടുക്കാൻ നോക്കാം. റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ഡോട്ട്, ഇതൊരു ഡിക്ഷണറി അല്ലേ. ലാസ്റ്റ് നെയിം എന്താണ്, FIRST, ഫസ്റ്റ് നെയിം എന്താണ്, യൂസർ നെയിം എന്താണ്, പാസ്വേഡ് 2 എന്താണ്. ഇതൊരു ഡിക്ഷണറിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിക്ഷണറി ഉപയോഗിച്ചിട്ട് ആ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വാല്യൂസ് എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇറ്റ്സ് ക്ലിയർ. ഞാൻ അപ്പോൾ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് വിടുകയാണ്. അപ്പോൾ എന്താണ്, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. എന്ത് ചെയ്യുന്നു? ഇവിടെ നമുക്ക് റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഡിക്ഷണറി ആയിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. ഓക്കെ, യൂസർ നെയിം ഈസ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ഡോട്ട് യൂസർ നെയിം.
പാസ്വേഡ് 1, പാസ്വേഡ് 2, ഫൈൻ. അപ്പോൾ ഇത്തരം ഡേറ്റാസ് നമുക്ക് കിട്ടി. ഇപ്പം എന്താണ് ഇനി കറസ്പോണ്ടിങ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എറർ മെസ്സേജ് കാണിക്കണ്ടേ. ഇപ്പോൾ യൂസർ നെയിം ഉണ്ടോ, ഇഫ് നോട്ട് യൂസർ നെയിം, ഓക്കെ യൂസർ നെയിം ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസർ നെയിം എംപ്റ്റി സ്ട്രിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എറർ കാണിക്കണം. സോ യൂസർ നെയിമിന് കറസ്പോണ്ടിങ് ഉള്ള എറർ എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എറേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിക്ഷണറിക്കകത്തോട്ട് നമുക്ക് ഇതെല്ലാം കൂടെ തൽക്കാലം എടുത്ത് വെക്കാം, ബാക്കിയുള്ള പിന്നെ നോക്കാം. സോ എറേഴ്സ് എന്ന് പറഞ്ഞൊരു ഡിക്ഷണറി എടുത്തു. എറേഴ്സ് ഓഫ് യൂസർ നെയിം ഇസ് ഈക്വൽ ടു യൂസർ നെയിം യൂസർ നെയിം ഫീൽഡ് എന്ന് പറയുന്നത് റിക്വയർഡ് ആണ്. ഓക്കെ, ഇനി മറ്റൊരു കണ്ടീഷൻ ഉണ്ട്. യൂസർ നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല. ഓക്കെ, യൂസർ നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസർ നെയിം യുണീക്ക് ആയിരിക്കണം അല്ലേ, ഓൾറെഡി ആരെങ്കിലും യൂസ് ചെയ്താവാൻ പാടില്ല. സോ ഈസ് യൂസ്ഡ് ഇസ് ഈക്വൽ ടു യൂസർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഫിൽറ്റർ യൂസർ നെയിം ഈക്വൽ ടു നമ്മുടെ ഇപ്പോഴത്തെ യൂസർ നെയിം ഡോട്ട് എക്സിസ്റ്റ്. എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു യൂസർ ഓൾറെഡി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം ജാങ്കോ ഡോട്ട് കോൺട്രിബ്യൂട്ട് ഡോട്ട് ഓത്ത് ഡോട്ട് മോഡൽസ് ഡോട്ട് യൂസർ എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ യൂസറിനെ കിട്ടും. ബട്ട് ഞാൻ പറഞ്ഞു ശരിയായിട്ടുള്ള രീതി അതല്ല. ഇസ് ഈക്വൽ ടു ഗെറ്റ് യൂസർ മോഡൽ എന്ന് വിളിക്കുന്നതാണ് ശരിയായിട്ടുള്ള രീതി. ഇത് അങ്ങനെ തന്നെ വിളിച്ചു പോവുക. യൂസർ ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഫിൽറ്റർ യൂസർ നെയിം ഡോട്ട് എക്സിസ്റ്റ്. ഇത് വേണമെങ്കിൽ ഞാൻ സ്ട്രിപ്പ് ചെയ്തിടാണ്. ഒരിക്കലും യൂസർ അല്ലെങ്കിൽ നമ്മുടെ വെബിൽ ഇൻപുട്ട് തരുന്ന ഒരാളെ വിശ്വസിക്കരുത്. ആൾ വെറുതെ ചിലപ്പോൾ സ്പേസ് ഒക്കെ ഇട്ട് അടിച്ചു തന്നിരിക്കും. ഓക്കെ, അപ്പം എനിവേ എന്ത് ചെയ്യുക, സ്ട്രിപ്പ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റിലും ലാസ്റ്റിലും എന്തെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ അത് വെറുതെ വെക്കണം. ഓക്കെ, അപ്പോൾ യൂസർ നെയിം ഉണ്ടെന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, യൂസർ നെയിം യൂസ്ഡ് അല്ല എന്നുള്ള കാര്യം കൺഫേം ചെയ്യണം. യൂസർ നെയിം ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഫിൽറ്റർ യൂസർ നെയിം ഈക്വൽ ടു യൂസർ നെയിം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യൂസ്ഡ് ആണ്. ഇഫ് ഈസ് യൂസ്ഡ് എന്താണ്, ദിസ് യൂസർ നെയിം ഈസ് ഓൾറെഡി ടേക്കൺ അല്ലേ. യൂസറിനെ സംബന്ധിച്ച് ഇത്രയും വാലിഡേഷൻ ചെയ്യാനുണ്ട്. ഇഫ് നോട്ട് പാസ്വേഡ് 1 പാസ്വേഡ് ആണെന്നുണ്ടെങ്കിൽ പാസ്വേഡ് 1 ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പാസ്വേഡ് 1 ഈസ് റിക്വയർഡ്. ഓക്കെ, ഇഫ് നോട്ട് പാസ്വേഡ് 2 ഇല്ല എന്നുണ്ടെങ്കിൽ പാസ്വേഡ് 2 ഈസ് റിക്വയർഡ്. if password and password 2 and password 1 not equal to password 2 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പാസ്വേഡ് ഡു നോട്ട് മാച്ച് എന്ന് എഴുതി കാണിക്കണം. ഓക്കെ, ഇനി എന്താണ്, ഇമെയിൽ ഐ ഡി ആരും എടുത്തു ആവാൻ പാടില്ല എന്നുകൂടെ നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇമെയിൽ ഐ ഡിയുടെ യൂണീക്ക് ആക്കി വെക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമെയിൽ ഇത് തന്നെ ചെയ്താൽ പോരെ, ഈ സ്റ്റെപ്പ് തന്നെ ചെയ്താൽ മതി. This email is already taken. ഓക്കെ, പിന്നെന്താ ചെയ്യാൻ വരിക, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം. അതെ, ഫസ്റ്റ് നെയിം റിക്വയർഡ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നെയിം വേണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്.
ഫസ്റ്റ് നെയിം ഫീൽഡ് ഈസ് റിക്വയർഡ്. ഓക്കെ, ലാസ്റ്റ് നെയിമിൽ നമ്മൾ വലിയ ബോധരേഷൻ ഒന്നും കൊടുക്കുന്നില്ല, അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഇത്രത്തിനകത്ത് എവിടെയും എന്താണ് ഈസ് invalid is equal to erased dot ഓക്കെ. ഫോം ഇൻവാലിഡ്, ഈ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫോമിൽ എന്തെങ്കിലും ഇൻവാലിഡ് ആണെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഇതിന്റെ കീസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 0ക്കാൾ വലുതാണെന്ന് നോക്കിയാൽ മതി. ആണെങ്കിൽ ഇൻവാലിഡ് ആണ്. ഇഫ് നോട്ട് അല്ലെങ്കിൽ ഈസ് വാലിഡ് വെക്കുക, ഈസ് വാലിഡ് വെക്കുക, ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ, അഡീഷണൽ ആയിട്ട്. ഇഫ് നോട്ട് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഫ് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇഫ് ഈസ് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു യൂസറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലെ. ഓക്കെ, അങ്ങനെ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് യൂസർ ഈക്വൽ ടു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് യൂസർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ക്രിയേറ്റ് യൂസർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. യൂസർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ക്രിയേറ്റ് യൂസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ഓപ്ഷൻ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അത് വെച്ചിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അതിനകത്ത് ജസ്റ്റ് ഇമെയിൽ ഈക്വൽ ടു ഇമെയിൽ, പിന്നെന്താ യൂസർ നെയിം ഇസ് ഈക്വൽ ടു യൂസർ നെയിം, പിന്നെ ഫസ്റ്റ് നെയിം ഈക്വൽ ടു ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഈക്വൽ ടു ലാസ്റ്റ് നെയിം. പിന്നെന്താണ് ഈസ് ആക്റ്റീവ് ആയിരിക്കും, ബൈ ഡിഫോൾട്ട് ഈസ് ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ക്രിയേറ്റ് യൂസർ വരുന്ന സമയത്ത് ഇത് സൂപ്പർ യൂസർ ആയിരിക്കത്തില്ല, സാധാ യൂസർ ആയിരിക്കും. പിന്നെന്താ പാസ്വേഡ് ഇസ് ഈക്വൽ ടു പാസ്വേഡ് 1. ഓക്കെ, അതിൽ ഏതൊരു പാസ്വേഡ് എടുത്താൽ മതി. ഫൈൻ. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു യൂസർ ക്രിയേറ്റ് ആയി. ഇവിടെ പാസ്വേഡ് ഇസ് ഈക്വൽ ടു പാസ്വേഡ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇത് ക്രിയേറ്റ് യൂസർ ആയതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യല്ല. എന്ത് ചെയ്യുന്നു, ഈ പാസ്വേഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഒരു പുതിയ പാസ്വേഡൊക്കെ സെറ്റാക്കി കുറേ തവണ ഹാഷൊക്കെ ചെയ്തതിന് ശേഷമാണ് ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ക്രിയേറ്റ് ചെയ്യുക. ഇത് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ യൂസറിനെ ഒതന്റിക്കേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്. ശരിക്കും യൂസറിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ എന്ത് ചെയ്യാം, ഡയറക്റ്റ് യൂസറിനെ ലോഗിൻ ചെയ്യിപ്പിച്ചു വിടാം. പിന്നെ യൂസറിനെ പിന്നെയും ലോഗിൻ ചെയ്യിപ്പിക്കാനായിട്ട് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റാസ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഇങ്ങനെ ഒരു പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ യൂസറിനെ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യാൻ വേണ്ടി 2 ഫങ്ഷൻസും ജാങ്കോയ്ക്ക് ബിൽറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പേര് ഒന്ന് AUTH ഒതന്റിക്കേറ്റും മറ്റേത് ലോഗിനും. ഓക്കെ, അപ്പം ഒതന്റിക്കേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെയാണ് കിടക്കുന്നത്, ജാങ്കോയ്ക്കകത്ത് കോൺട്രിപ്പിനകത്ത് ഓത്തിനകത്താണ് ഒതന്റിക്കേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കിടക്കുന്നത്. അവിടെ തന്നെയാണ് ലോഗിനും കിടക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഒതന്റിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒതന്റിക്കേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താ ചെയ്യാം, നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് നോക്കാം. ജാങ്കോ ഒതന്റിക്കേറ്റ് മെത്തേഡ്. ഓക്കെ, ഒതന്റിക്കേറ്റിനകത്ത് ഫസ്റ്റ് പാരാമീറ്റർ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കുക. അതിനുശേഷം ക്രെഡൻഷ്യൽസ് എന്താണെന്ന് കഴിഞ്ഞാൽ ക്രെഡൻഷ്യൽസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാരാമീറ്ററിനകത്ത് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് റിക്വസ്റ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ യൂസർ നെയിം ഈക്വൽ ടു യൂസർ നെയിം, പാസ്വേഡ് ഇസ് ഈക്വൽ ടു ഓക്കെ. ഇപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ആ യൂസർ നെയിം പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ജാങ്കോ തന്നെ എന്ത് ചെയ്ത് തരും, ഈ യൂസറിനെ ഒതന്റിക്കേറ്റ് ചെയ്ത് തരും. ഫൈൻ.
നമ്മൾ വേറൊന്നും ഇതിനകത്ത് അറിയണ്ട. അപ്പൊ എന്താണ് ഇവിടെ ശരിക്കും ഒന്നുകിൽ ഒരു യൂസർ ഒബ്ജക്റ്റ് കിട്ടാം, അല്ലെങ്കിൽ ഇത് ശരിക്കും നണ്ണ് കിട്ടാം. പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ ഇതേ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നണ്ണ് കിട്ടില്ല. ഇതിനകത്ത് ആ പർട്ടിക്കുലർ യൂസറിനെ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാണ്, അല്ലേ? ഇഫ് നോട്ട് യൂസർ എന്ന് പറയുന്ന കേസ് ആണെങ്കിൽ ഇത് നോട്ട് ഒതന്റിക്കേറ്റഡ് ആണ്. ഇങ്ങനെ ഈ ഒരു യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് യൂസർ ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. നമ്മളത് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കേസിൽ സൈനപ്പിൻ്റെ കേസിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമില്ല. ഇനി എന്താണ്, ലോഗിൻ ചെയ്യാൻ നേരം റിക്വസ്റ്റ് യൂസർ. ഓക്കെ, സോറി, ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ലോഗിൻ ചെയ്യുന്നു ഇതുപോലെ തന്നെ ഗൂഗിളിൽ വന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ ലോഗിൻ ഫംഗ്ഷൻ എങ്ങനെ വിളിക്കുന്നത്, വർക്ക് ചെയ്യുന്നത് ഈ ഡോക്യുമെന്റേഷൻ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഒതന്റിക്കേറ്റ് ചെയ്തതിന് ശേഷം ലോഗിൻ എന്ത് ചെയ്യുക, ആ റിക്വസ്റ്റ് ആ യൂസറിന് കൊടുത്തു കഴിഞ്ഞാൽ ആ യൂസറിനെ ആ റിക്വസ്റ്റിലോട്ട് ലോഗിൻ ചെയ്യിപ്പിച്ചോളും. ഫൈൻ. എങ്ങനെയാണ് ഒരു വെബിൽ ഒരു വെബ് ഡെവലപ്പർ സാധാരണഗതി ഇപ്പോൾ ജാങ്കോയിൽ ഒതന്റിക്കേറ്റും ലോഗിനും ഒക്കെ ഫംഗ്ഷൻസ് തരുന്നുണ്ട്. ഇല്ലാത്ത കേസിൽ PHP തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് ഫുൾ നമ്മുടെ ലോജിക്കാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു അവയർനെസ് നമുക്ക് വേണം. ഒതന്റിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂസർ നെയിം, ഈ പർട്ടിക്കുലർ യൂസർ നെയിം ഉള്ള യൂസറിനെ ഡേറ്റാബേസിൽ പോയി എടുത്തുകൊണ്ട് വരും. എടുത്തുകൊണ്ട് വന്നതിന് ശേഷം അതിനകത്തൊരു പാസ്വേഡ് ഉണ്ടല്ലോ, ആ പാസ്വേഡ് അവിടെ എടുത്ത് പിടിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യും, നമ്മുടെ പാസ്വേഡിനെ അല്ലെങ്കിൽ ഇപ്പം യൂസർ തന്നിരിക്കുന്ന റോ ആയിട്ടുള്ള പാസ്വേഡ് 1 എന്ത് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്യും. ഒരു സാധാ യൂസറിന്റെ പാസ്വേഡ് സേവ് ചെയ്യാൻ നേരം എങ്ങനെയാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്, അതേ രീതിയിൽ എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന യൂസറിന്റെ കാര്യമുള്ള പാസ്വേഡും സെയിം ആയിരിക്കണം. ഓക്കെ, അതിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു യൂസർ ഒരു പാസ്വേഡ് ഉണ്ട്, എക്സ് എന്ന് പറഞ്ഞൊരു പാസ്വേഡ് എന്ത് ചെയ്തു, ഹാഷ് ചെയ്തിട്ട് Y എന്നാക്കി. ഇപ്പം എന്താണ്, നമുക്ക് പുതിയൊരു പാസ്വേഡ് കിട്ടി. ആ പാസ്വേഡ് ഹാഷ് ചെയ്ത് കഴിയുമ്പോൾ Y തന്നെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ യൂസർ ഒതന്റിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒതന്റിക്കേറ്റഡ് അല്ല. പിന്നെ ലോഗിൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമുക്ക് ജാങ്കോയുടെ അവസാനത്തേക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴല്ല, ഈ ട്യൂട്ടോറിയൽ സെഷൻ്റെ ഏറ്റവും അവസാനമായിട്ട്. സോ എന്ത് ചെയ്യുന്നു, യൂസറിനെ ഇത് ലോഗിൻ ചെയ്യിപ്പിച്ചു. സോ നമുക്ക് ഇത് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് യൂസറിനെ ഡാഷ്ബോർഡിലോട്ട് റീഡയറക്റ്റ് ചെയ്യാം, അല്ലേ? ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ /ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞൊരു URL ഉണ്ടെന്നുള്ള അസംഷനിൽ അങ്ങോട്ടൊന്ന് റീഡയറക്റ്റ് ചെയ്യാം. അപ്പം റീഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ റെൻഡർ എന്ന ഫംഗ്ഷൻ എവിടെയാണ് കിടക്കുന്നത്, അത് അവിടെ തന്നെ റീഡയറക്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും കിടപ്പുണ്ട്. ഓക്കെ, ജാങ്കോ ഷോർട്ട്കട്ട്സിൽ റീഡയറക്റ്റ്. ഈ റീഡയറക്റ്റിനകത്തോട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എങ്ങോട്ടാണ് റീഡയറക്റ്റ് ആവേണ്ടിയത് എന്നുള്ള URL പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഇപ്പം എന്താണ്, ഞാൻ സ്ലാഷിലോട്ടാണ് റീഡയറക്റ്റ് ചെയ്യുന്നത് വെച്ചോ. ഓക്കെ, ഞാൻ /question ലോഗിൻ അല്ലെങ്കിൽ സൈൻ അപ്പ് ഈക്വൽ ടു സക്സസ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വെറുതെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇതുകൂടെ കൊടുക്കുന്നുണ്ട്. ഇതൊരു ഗെറ്റ് പാരാമീറ്റർ ആണ്, URL അതുപോലെ എഴുതി കാണിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫൈൻ. അപ്പോൾ ഇത് വാലിഡ് ആണെങ്കിലുള്ള കേസാണ്. അല്ലാത്ത കേസിൽ എന്ത് ചെയ്യണം, അല്ലാത്ത കേസിൽ ശരിക്കും എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എറേഴ്സ് ഈ ഫോമിൽ കാണിക്കാൻ വേണ്ടിയതല്ലേ. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി ഇത് ഗെറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു empty errors എന്ന ഡിക്ഷണറി ഉണ്ട്. പോസ്റ്റ് ആണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വാല്യൂ കാണും. ഇതെന്താണെങ്കിലും എന്ത് ചെയ്യുക, നമുക്കിവിടെ കോൺടെക്സ്റ്റ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഈ റെൻഡർ എന്ന ഫംഗ്ഷന്റെ മൂന്നാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഒരു കോൺടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ ആണ്. ഓക്കെ, കോൺടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഡിക്ഷണറിയാണ്. ഡിക്ഷണറിക്കകത്ത് എറേഴ്സിനകത്തോട്ട് ഈ എറേഴ്സ് എന്ന് പറയുന്ന ഡിക്ഷണറി പാസ് ചെയ്ത് വിടുക. ഓക്കെ, എന്നിട്ട് എന്താ, ഈ കോൺടെക്സ്റ്റിനെ ഞാൻ ഇങ്ങോട്ട് പാസ് ചെയ്ത് വിട്ടു. മൂന്നാമത്തെ പാരാമീറ്റർ ആയിട്ട് ഈ കോൺടെക്സ്റ്റ് എന്ന് പറയുന്ന ഡിക്ഷണറി പാസ് ചെയ്ത് വിട്ടു. ആ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺടെക്സ്റ്റ് എന്ന് പറയുന്ന ഡിക്ഷണറിയാണ്. അതിനകത്തൊരു കീ ഉണ്ട്, എറേഴ്സ്. ആ എറേഴ്സിനകത്ത് ഇവിടെ വന്നിട്ടുള്ള എറേഴ്സ് എല്ലാം ഉണ്ട്. ഹോപ്പ് ഇത് ക്ലിയർ ആണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഡിക്ഷണറി നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ സൈനപ്പിനകത്ത് ഈ എറേഴ്സ് എന്ന് പറയുന്ന കീ ആക്സസ് ചെയ്യാൻ പറ്റും. ഇഫ് ഓക്കെ, അപ്പം എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ എറർ ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം.
ആ ഡിസ്പ്ലേ ആണുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? എറേഴ്സ് ഡോട്ട്, ഏറ്റവും ബെസ്റ്റ് എന്നല്ല, ഡിസ്പ്ലേ ചെയ്യുന്ന മെത്തേഡ്. ഈ എറേഴ്സിനകത്ത് എന്താണ്? യൂസർ നെയിമിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കണം അല്ലേ? യൂസർ നെയിമിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എറേഴ്സ് എന്താണ്, ഈ ഇൻപുട്ട് ഫീൽഡിന്റെ കീഴായിട്ട് കാണിക്കണം. അതായത് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇതൊന്നുമില്ല, ഞാൻ ഈ ടെംപ്ലേറ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ജസ്റ്റ് ഹാർഡ് കോഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ദിസ് ഫീൽഡ് ഇസ് റിക്വയർഡ് എന്ന് ഞാൻ ഇവിടെ ഹാർഡ് കോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ യൂസർ നെയിമിന്റെ കറസ്പോണ്ടിങ് അല്ലേ. സോ നമുക്കിത് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പ് ഫോം. ഫോം ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉപയോഗിച്ച് സാധാരണ ബൂട്ട്സ്ട്രാപ്പുകാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. ഒരു എന്ത് ചെയ്യുന്നു, ഫോം ഗ്രൂപ്പ്. ഇത് ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്ത കുറച്ച് വൃത്തി ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ എഴുതുന്നു എന്ന് മാത്രം. ഇവിടെ എന്താണ്, എന്തെങ്കിലും എറർ വരുന്ന സമയത്ത് ഓക്കെ, സ്മോൾ ഫോം ടെക്സ്റ്റ് ഡേഞ്ചർ എന്നൊരു ക്ലാസ് ഉണ്ട്. അത് വെറുതെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, ചുമന്ന കളറിൽ ടെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി. ഓക്കെ, ദിസ് ഫീൽഡ് ഈസ് റിക്വയർഡ്. ഓക്കെ, എന്താണ്, ദിസ് ഫീൽഡ് ഈസ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഫൈൻ. അപ്പം ഇത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം എന്ത് ചെയ്യുന്നു, എല്ലാത്തിനെയും ഞാൻ ഫോം ഗ്രൂപ്പിന് അണ്ടറിലോട്ട് കൊണ്ടുവരാണ്. ഫൈൻ. ഇനി എന്താണ് ഇതിനകത്ത് കാണിക്കുന്ന എറർ മെസ്സേജ് എന്താണ്, ഇവിടെ എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിക്ഷണറിക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കണം അല്ലേ. സോ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ വാല്യൂ അവിടുന്ന് കോൺടെക്സ്റ്റിലോട്ട് പാസ് ചെയ്യപ്പെടുന്ന ഒരു വേരിയബിളിന്റെ വാല്യൂയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ വാല്യൂ ഈ ടെംപ്ലേറ്റിലുള്ള വേരിയബിളിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് രണ്ട് കേളി ബ്രേസ് ഇതാണ്. ഇവിടെ എറേഴ്സ് ഡോട്ട് യൂസർ നെയിം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ എറേഴ്സ് ഈ ഒരു യൂസർ നെയിമിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ കാണിക്കും. ഇവിടെ എന്താണ്, ഫസ്റ്റ് നെയിമിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കണം. ഇവിടെ ലാസ്റ്റ് നെയിം. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ ഞാൻ അത്യാവശ്യം എല്ലാ ഫീൽഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറർ മെസ്സേജസ് കാണിച്ചിട്ടുണ്ട് അല്ലേ. ഞാനിപ്പോൾ വെറുതെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, യൂസർ നെയിമിന് ഞാനൊരു വാലിഡേഷനോട് കൊടുക്കുകയാണ്. യൂസർ നെയിമിനും പാസ്വേഡിനും മിനിമം ലെങ്ത് 8 ആയിരിക്കണം എന്നൊരു വാലിഡേഷനോട് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇഫ് length of username username must have a length of at least 8 characters എന്നൊരു എറർ മെസ്സേജ് ഞാൻ അവിടെ കാണിക്കുകയാണ്. ഇതേ എറർ മെസ്സേജ് ഞാൻ എന്ത് ചെയ്യുന്നു, പാസ്വേഡിന് കാണിക്കുന്നു. പാസ്വേഡ് 1, പാസ്വേഡ്
ഓക്കെ ലെസ് ആർ ഈക്വൽ ടു 8 ആണെങ്കിൽ പാസ്വേഡ് മസ്റ്റ് ഹാവ് എ ലെങ്ത് ഓഫ് അറ്റ്ലീസ്റ്റ് 8 ക്യാരക്ടേഴ്സ്. ഓക്കെ അപ്പോൾ എന്താണ് പാസ്വേഡ് 2 ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം പാസ്വേഡ് 1ഉം പാസ്വേഡ് 2 സെയിം ആണോ എന്നുള്ള കാര്യം നമ്മൾ അവസാനം ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ അപ്പം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് രണ്ടും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു യൂസർ നെയിം കൊടുത്തു, ഫസ്റ്റ് നെയിം ഞാൻ കൊടുത്തു, ലാസ്റ്റ് നെയിം കൊടുത്തു, പാസ്വേഡ് എന്ന് പറയുന്നത് 1 2 3 4 കൊടുത്തിട്ടുണ്ട്, കൺഫേം പാസ്വേഡ് 1 2 3 6 കൊടുത്തു. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് യൂസർ നെയിം ഇവിടെ എന്തോ ഒരു ഇഷ്യൂ കാണിച്ചു, പാസ്വേഡ് ഡു നോട്ട് മാച്ച് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്, കാരണം ഞാൻ രണ്ട് പാസ്വേഡാണ് കൊടുത്തിരുന്നത്. യൂസർ നെയിം എന്ന് പറയുന്നത് ഓക്കെ ഞാനിവിടെ പാസ്വേഡിൻ്റെ ഫീൽഡ് കൊടുത്തത് തെറ്റാണ്. ഓക്കെ അതേ വാല്യൂ തന്നെ ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിം മസ്റ്റ് ഹാവ് എ ലെങ്ത് ഓഫ് 8 അറ്റ്ലീസ്റ്റ് 8 ക്യാരക്ടേഴ്സ്, പിന്നെ പാസ്വേഡ് ഡു നോട്ട് മാച്ച്, ഈ രണ്ടും എറർ മെസ്സേജ് ആ ഫീൽഡിന് കറസ്പോണ്ടിങ് കാണിച്ചു. ഓക്കെ ഫൈൻ. അപ്പം ഇത് എന്താണ് എറർ മെസ്സേജ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു ക്ലാസ് പൈത്തണിൽ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ കുത്തിയിരുന്ന് ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ. ജാങ്കോയിൽ അങ്ങനെ ഒരു ഫീച്ചർ കൂടെ ഉണ്ട്, ജാങ്കോ ഫോംസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ. അത് നമുക്ക് വഴി ഏറ്റവും ലാസ്റ്റിലേക്ക് നോക്കാം. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫോം വാലിഡേഷൻസ് ഒന്നും നമ്മൾ കുത്തിയിരുന്ന് ചെയ്യേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഓൾറെഡി മോഡൽ എഴുതിയിരിക്കുന്ന സാധനത്തിലോട്ട് ആഡ് ചെയ്യാനാണെങ്കിൽ ആ മോഡലിലുള്ള വാലിഡേഷൻ തന്നെ എടുത്ത് ഈ HTML കംപ്ലീറ്റ് വാലിഡേറ്റ് ചെയ്ത് തരുന്നൊരു ക്ലാസ് ഒക്കെ നമുക്കുണ്ട്. മെല്ലെ പഠിക്കാം, പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു. പിന്നെ ഇവിടെ ഞാൻ ഫോം സബ്മിറ്റ് ചെയ്തിട്ട് എറർ വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി അടിച്ച സാധനങ്ങൾ മുഴുവൻ പോയി. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ എന്തെങ്കിലും ഡേറ്റ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റിനകത്ത് യൂസർ നെയിം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാനിവിടെ വാല്യൂല് പ്രിന്റ് ചെയ്യും. അതല്ല ഡിഫോൾട്ടായിട്ട്, അതായത് അവിടെ നണ്ണാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, എംറ്റി സ്ട്രിങ് പ്രിന്റ് ചെയ്യുക. ഓക്കെ അപ്പം ഇത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എന്താണ് ഒരു വേരിയബിൾ പ്രിന്റ് ചെയ്യുക. ഈ വേരിയബിളിനകത്ത് എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ഡോട്ട് യൂസർ നെയിം പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റിനകത്ത് യൂസർ നെയിമോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് നണ്ണായിരിക്കും അല്ലേ. നണ്ണാണെങ്കിൽ വെറുതെ നണ്ണെന്ന് എഴുതി കാണിക്കരുത്. ഓക്കെ നമുക്ക് തൽക്കാലം അതെന്താണോ അത് വരുന്നത് എന്താണോ നമുക്ക് ആ സിറ്റീസ് അതുപോലെ പ്രിന്റ് ചെയ്യാം. സോ ജസ്റ്റ് എന്ത് ചെയ്തു, നമ്മളിവിടെ ഒരു വാല്യൂ എന്ന് പറയുന്ന സെഗ്മെന്റ് എടുത്തു, FIRST NAME. ഓക്കെ പാസ്വേഡിന് നമ്മളങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം എന്താ പാസ്വേഡ് സാധാരണ എന്തെങ്കിലും തെറ്റിച്ചടിച്ച് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യാറില്ല, അത് ഓർത്ത് വെച്ചിട്ട് കാണിച്ചു കൊടുക്കാറില്ല. ഓക്കെ അപ്പൊ എന്ത് ചെയ്യാൻ, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഇമെയിലോട് അങ്ങനെ കൊടുത്തേക്കാം. ഓക്കെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഇത് റീഫ്രഷ് ചെയ്തു. ഓക്കെ റീഫ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ പോസ്റ്റ് അടിച്ചപ്പോൾ യൂസർ നെയിം ഞാൻ വെറുതെ ASTF എന്ന് അടിച്ചു, ഫസ്റ്റ് നെയിം വെറുതെ AST എന്ന് അടിച്ചു, പാസ്വേഡ് AST എന്ന് അടിച്ചു, കൺഫേം പാസ്വേഡ് 1 2 3 എന്ന് അടിച്ചു, ഇമെയിൽ ഇതെന്ന് അടിച്ചു, 1 2 3 എന്ന് അടിച്ചു, അപ്പം 1 2 3 ആയിട്ട് ഇതെന്ന് അടിച്ചു. ഓക്കെ ഫൈൻ. യൂസർ നെയിം മസാവേ ലെങ്ത്, പാസ്വേഡ് ഫസ്റ്റ് നെയിം ഓർത്ത് വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് നെയിം ഞാൻ ഒന്നും ടൈപ്പ് ചെയ്തിട്ടായിരുന്നു, ഇമെയിൽ അടിച്ചത് എന്ത് ചെയ്തിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. ഫൈൻ. അപ്പോൾ എന്താണ് അത്യാവശ്യം ഇത് പോസ്റ്റായി. ജെറിൻ ഈസ് റെഡി. ഓക്കെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ജെറിനായിട്ട് തന്നെ കൊടുക്കുക, ജെറിൻ ജോണ, പാസ്വേഡ് ASTF 1 2 3 4, പാസ്വേഡ് ASTF 1 2 3 4, ഇമെയിൽ jerinstudy@gmail.com. ഫൈൻ. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യണം, ഇപ്പം ഓക്കെ വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയതുകൊണ്ട് ഇവിടെ ഈസ് വാലിഡ് കയറണം. ഈസ് വാലിഡ് കയറി കഴിഞ്ഞാൽ
ഒരു യൂസറിനെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒതന്റിക്കേറ്റ് ചെയ്യണം, സെഷനിൽ ചെയ്യണം. അതിന് ശേഷം റീഡാക്ട് ആവേണ്ട ഇൻഡെക്സ് ഫീൽഡിലോട്ട് റീഡാക്ട് ആവണം. സൈനപ്പ് ഫിസിക്കൽ സക്സസ്ഫുൾ എന്ന് URL വരികയും വേണം. ഓക്കെ, അപ്പം അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡേറ്റാബേസ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുന്നു. ആ ഡേറ്റാബേസിനകത്ത് ബ്രൗസ് ഡേറ്റയ്ക്കകത്ത് ഓത്ത് യൂസറിനെ ഫിൽട്ടർ ചെയ്യുന്നു. ഇപ്പോൾ ഒരൊറ്റ യൂസർ മാത്രമേ ഉള്ളൂ, അഡ്മിൻ. ഹോപ്പ്ഫുള്ളി നമ്മുടെ സൈനപ്പ് ശരിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ സബ്മിറ്റ് ചെയ്യാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഓക്കെ, സൈൻ അപ്പ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിനകത്തോട്ട് ഹോം ഇൻഡെക്സ് പേജിനകത്തോട്ട് റീഡാക്ട് ആയി. സോ ഞാനത് കയറിയെന്ന് പ്രതീക്ഷിക്കുന്നു. റീഫ്രഷ് ചെയ്തു. ജേർണി ഇസ് റെഡി. ഈ സൂപ്പർ യൂസർ ആണോ? അല്ല. ജേർണി ഇസ് റെഡി ആണ്. ലാസ്റ്റ് നെയിം ജോൺ ആണ്. ജേർണി ഇസ് റെഡി gmail.com. ഈ സ്റ്റാഫ് ഫസ്റ്റ് നെയിം ജോൺ. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ ലാസ്റ്റ് ലോഗിൻ എന്ന് പറയുന്ന സാധനം ഇപ്പോഴാണ് നമ്മൾ ഓൾറെഡി ലോഗിൻ ചെയ്തത്. ഓട്ടോമാറ്റിക്കലി ലോഗിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ഇവിടെ ലോഗിൻ ആയി. സോ സൈനപ്പ് എന്ന് പറയുന്ന പേജ് നമ്മൾ ചെയ്തു. ഹോപ്പ് ഇത് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ വരാൻ ചാൻസ് ഉള്ള കാര്യം ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ റിക്വസ്റ്റഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എഴുതിയിട്ടേ ഇല്ലെന്ന് വെച്ചോ, ഒരു എം ടി ഡിക്ഷണറിയാണ്. ടെംപ്ലേറ്റിനകത്ത് ഇപ്പം നമ്മൾ ഈ എം ടി ഡിക്ഷണറിക്കകത്ത് എന്ത് യൂസർ നെയിമോ പാസ്വേഡോ ഒന്നുമില്ല. അപ്പോൾ എന്താ, ടെംപ്ലേറ്റിനകത്ത് ഇവിടെ നമ്മൾ erase.password2 എന്ന് നോക്കാൻ നേരം അവിടെ erase.password2 എന്ന് പറഞ്ഞൊരു കീ അതിനകത്തില്ലെങ്കിൽ ടെംപ്ലേറ്റിനകത്ത് ഇത് എറർ അടിക്കില്ല. ഓക്കെ, ടെംപ്ലേറ്റിനകത്ത് ഇത് എറർ അടിക്കില്ല. അപ്പം ഇത്രയും കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ സൈനപ്പ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഞാനിവിടെ കൊടുത്തിരുന്ന ഈ ഒരു സാധനം ഞാനെടുത്ത് മാറ്റുകയാണ്. അതിനുശേഷം ലോഗിൻ ചെയ്യാൻ അപ്പം നിങ്ങൾ പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. ലോഗിൻ ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലോഗിൻ ചെയ്യാൻ നേരം ഈ 2 ഫീൽഡ് മാത്രം മതി. അതിനെ പ്രത്യേകിച്ച് വാലിഡേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം ഡേറ്റാബേസ് സ്റ്റോർ ചെയ്യാൻ നേരം മാത്രം മതി വാലിഡേഷൻ. അതിനുശേഷം എന്താണ്, അതിനകത്ത് അങ്ങനെ 2 ഡേറ്റ ഉണ്ടെങ്കിൽ, യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒതന്റിക്കേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ വിളിക്കാം. ഫംഗ്ഷൻ വിളിച്ചിട്ട് ഇവിടെ യൂസർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കാം. കിട്ടുന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആണ്, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ യൂസർ ഡസ് നോട്ട് എക്സിസ്റ്റ് വിത്ത് ദീസ് ക്രെഡൻഷ്യൽസ്, അല്ലെങ്കിൽ വി കുഡ് നോട്ട് ഒതന്റിക്കേറ്റ് യു വിത്ത് ദീസ് ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് എഴുതി കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ യൂസർ നെയിം ലോഗിൻ ചെയ്തതിനു ശേഷം ഉള്ള URL റീഡാക്ട് ചെയ്യാം. ഹോപ്പ് ഇറ്റ്സ് ഓക്കെ. ഓക്കെ.